أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 962 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 107 മുതൽ 110 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 107 മുതൽ 110 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തിലുള്ള 4 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ മുഖ്യമായ പ്രതിപാദ്യങ്ങളെ ചർച്ച ചെയ്തതിന് ശേഷം അതിന്റെ അവസാന ഭാഗത്തുള്ള ഉപസംഹാരമായിട്ട് വരുന്ന ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം നമ്മൾ കാണുകയുണ്ടായി. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. കർമ്മങ്ങൾ ഏറ്റവും നഷ്ടമായി പോയ ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുകയുണ്ടായത്. ഐഹിക ലോകത്ത് ജീവിത ദിശ നഷ്ടപ്പെട്ടു പോവുകയും അവരുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും ഒക്കെ തന്നെ
തെറ്റായ വഴിയില് പാഴായ വിധത്തില് ആയി പോവുകയും ചെയ്ത ദൗർഭാഗ്യവാന്മാരെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. അവര് കരുതുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ വിധത്തിലാണ്, അതൊക്കെ ശരിയായ ഫലം ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഈ കൂട്ടര്, ഈ പാവങ്ങള് കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തില് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, വിശേഷിച്ച് അവരുടെ നിലപാട് സത്യനിഷേധത്തിൽ അധിഷ്ഠിതമായതിനാലും അള്ളാഹുവുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തില് അവർക്ക് വിശ്വാസമില്ലാത്ത നിലക്കും അതിനെ നിഷേധിക്കുന്നവരായിട്ടും ആണ് അവര് നിലകൊള്ളുന്നത് എന്നതിനാൽ അവരുടെ കർമ്മങ്ങളൊക്കെയും തന്നെ അത് എത്ര തന്നെ ആഘോഷിക്കപ്പെടേണ്ട വിധത്തിലുള്ള കർമ്മങ്ങളായിരുന്നാൽ പോലും അത് പാഴായി പോകുന്നു. അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കർമ്മങ്ങൾക്ക് യാതൊരു മൂല്യവും വിലയും ഉണ്ടാവുന്നതല്ല, ഒരു തൂക്കവും അവരുടെ പ്രവർത്തനങ്ങൾക്ക്. ഫലാനുഖീമുലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഉയർത്തെഴുന്നേൽപ്പ് നാളില് അവരുടെ ആ പ്രവർത്തനങ്ങൾക്കൊന്നും നാം ഒരു വിലയും ഒരു തൂക്കവും കൽപ്പിക്കുന്നതല്ല എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമായിട്ടും പറയുന്നത്. അപ്പൊ ശരിയായ ജീവിത ദിശ തിരഞ്ഞെടുക്കാതെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാതെ, അവനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഏറ്റവും ഫലശൂന്യമായ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും നഷ്ടകരമായ ഒരു ജീവിതയാത്രയാണ്. കരുതുന്നത് അവര് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകള് ആഘോഷിക്കാനും അനുമോദിക്കാനും പ്രശംസിക്കാനും ഒക്കെ കാരണമാകുന്ന വിധത്തിലുള്ള ഏറ്റവും ഗംഭീരമായ പ്രവർത്തനങ്ങളാണ് തങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ കരുതുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ അവരുടെ കാര്യമാണ് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കട്ടപ്പുക എന്നാണ് ഇവിടെ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. കൊണ്ടുപിടിച്ച പ്രവർത്തനങ്ങളും അതുപോലെ വളരെ കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചുവടുവെപ്പുകളും ഒക്കെ നടത്തി മനുഷ്യര് പല നേട്ടങ്ങളും സ്ഥാനവും പദവിയും ഒക്കെ കരഗതമാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ലാത്ത ഒരു പ്രവർത്തനവും ആത്യന്തികമായിട്ട് അവർക്ക് ഗുണം ചെയ്യുന്നതായി നിലകൊള്ളുകയില്ല. അന്തിമ വിശകലനത്തില് അതൊക്കെയും തന്നെ അവർക്ക് പാഴായിപ്പോയ കർമ്മങ്ങളായിരിക്കും, നഷ്ടമായിരിക്കും എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു കാര്യം സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു ചോദ്യം ഉന്നയിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയുണ്ടായത്. എന്നാൽ അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത്, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശരിയായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ കാര്യം അങ്ങനെയല്ല. കർമ്മങ്ങൾ പാഴായിപ്പോയ തരം ആളുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവർ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, പാരത്രിക ജീവിതത്തിൽ അവർ വിശ്വാസമുള്ളവരല്ല, പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട് അവര് സ്വീകരിച്ചിട്ടില്ല. അവരുടെ കർമ്മങ്ങൾക്കൊക്കെ കേവല ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിത സരണി തെരഞ്ഞെടുത്തതിന്റെ പേരിൽ, സത്യനിഷേധത്തിന്റെ മാർഗം അവര് അവലംബിച്ചതിന്റെ പേരിൽ, കർമ്മങ്ങളെ അള്ളാഹുവിന് സമർപ്പിക്കാതിരുന്നതിന്റെ പേരിൽ അവരുടെ കർമ്മങ്ങൾ പാഴായിപ്പോയവരായിട്ട് മാറാൻ പോകുന്നത്. അവരായിരിക്കും ഏറ്റവും വലിയ നഷ്ടകാരികൾ എന്ന് പറയുകയുണ്ടായി. എന്നാൽ അങ്ങനെയല്ല വേറൊരു കൂട്ടർ എന്നാണ് ഇന്ന് നമ്മൾ വായിച്ച ആ ആയത്തുകളുടെ തുടക്കത്തിൽ പരാമർശിക്കുന്നത്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായിട്ടും വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ, വഅമിലു സ്വാലിഹാത്ത്, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശരിയായ കർമ്മങ്ങൾ ചെയ്ത ആളുകൾ. ഇത് രണ്ടും ഖുർആനുടനീളം ഊന്നി പറയുന്നുണ്ട്. വിശ്വാസം, കേവലമായ വിശ്വാസം എന്നത് പ്രയോജനം ലഭിക്കുന്ന കാര്യമല്ല. അതുപോലെ കേവലമായ പ്രവർത്തനം എന്നതും പ്രയോജനം ലഭിക്കുന്ന കാര്യമല്ല.
ശരിയായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ, ശരിയായ കർമ്മങ്ങൾ, ദിശാബോധത്തോടുകൂടിയുള്ള കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ അംഗീകാരവും പ്രതിഫലവും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ, അത് അടിസ്ഥാനപരമായി ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളാണ്. അത് ഏത് തരത്തിലുള്ള കർമ്മങ്ങളാണെങ്കിലും അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നല്ല കർമ്മങ്ങള്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങള് നിർവഹിക്കപ്പെടുമ്പോൾ അത് വിശ്വാസമുള്ള ആളുകള് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട് നിർവഹിക്കുന്ന കർമ്മങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ ഫലം കണ്ടെത്തും എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായിട്ടും സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ, വഅമിലു സ്വാലിഹാത്ത്, അതുപോലെ ശരിയായ സ്വാലിഹത്തായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ, കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് ഫിർദൗസിന്റെ തോട്ടങ്ങളാണ് വിരുന്നായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആളുകൾക്ക് അംഗീകാരമായിട്ട്, അവർക്കുള്ള പാരിതോഷികമായിട്ട്, അവർക്കുള്ള പ്രതിഫലമായിട്ട് അവര് തെരഞ്ഞെടുത്ത ജീവിതമാർഗം അംഗീകരിക്കുന്നതിനുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, ഫിർദൗസിന്റെ തോട്ടങ്ങളാണ്, ഫിർദൗസിന്റെ ജന്നത്തുകളാണ് അവർക്കുള്ള സമ്മാനമായിട്ട്, അവർക്കുള്ള പാരിതോഷികമായിട്ട്, അവർക്കുള്ള വിരുന്നായിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അത്തരം ആളുകളുടെ കർമ്മങ്ങൾ ഒരിക്കലും തന്നെ പാഴായതാവുകയില്ല. കാരണം അവരുടെ കർമ്മങ്ങളൊക്കെ തന്നെ ഈമാനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്, ഭൗതിക ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടുള്ളതല്ല. അവരാഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. അള്ളാഹു തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തിപ്പെട്ടവനാവണം എന്നതാണ് അവർ കർമ്മങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ നിർവഹിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് ഈമാന്റെ അടിത്തറയിലുള്ളതാണ്, അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കാനത്ത് ലഹും, അവർക്കായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട് ജന്നാത്തുൽ ഫിർദൗസ്, ഫിർദൗസിലെ ഉദ്യാനങ്ങളാണ് അവർക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. എന്താണത്? നുസുല, അവർക്കുള്ള വിരുന്നാണ്, അവർക്കുള്ള സൽക്കാരമാണ്, അവർക്കുള്ള പാരിതോഷികമാണ്. നുസുല് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥസൂചനകളുള്ള വാക്കാണ്. അപ്പോ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ കർമ്മങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങുന്ന ആളുകൾ, അവർക്കായിട്ട് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്നു. അത് അവർക്കുള്ള പാരിതോഷികവും സമ്മാനവും അംഗീകാരവും പ്രതിഫലവും ഒക്കെ ആയിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ കർമ്മങ്ങൾ പാഴായതല്ല. നേരത്തെ ഒരു കൂട്ടരുടെ കാര്യം പറഞ്ഞു, അവരുടെ കർമ്മങ്ങള് ഏറ്റവും നഷ്ടമായി പോയ ഒരു വിഭാഗമാണ് അവർ. പ്രത്യേകിച്ച് അവർക്ക് സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ ഉള്ള സന്നദ്ധത ഉണ്ടായിട്ടില്ല. അവര് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ല ചെയ്തിട്ടുള്ളത്. അവര് പലപ്പോഴും മനസ്സിൽ കണ്ടിരുന്നത് ഭൗതിക ജീവിതത്തിലെ പല നേട്ടങ്ങളും അതിലൂടെ കൈവരിക്കാം എന്നതായിരുന്നു എന്നതാണ് വസ്തുത. അത്തരം ആളുകളുടെ കർമ്മങ്ങൾ പാഴായി പോയപ്പോ സത്യവിശ്വാസത്തിന്റെ അടിത്തറയിൽ അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് പ്രതിഫലവും പാരിതോഷികവും സമ്മാനവും ഒക്കെ ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഖാലിദീന ഫീഹ, അവരതില് നിത്യമായി വസിക്കുന്നവരാണ്. നിത്യമായിട്ട് അവരാ സ്വർഗീയ ആരാമം, സ്വർഗീയ ഉദ്യാനങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് തങ്ങളുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് സ്വർഗം ലഭിക്കുമ്പോൾ സ്വർഗീയമായ ഉദ്യാനങ്ങളും ആരാമങ്ങളും ഒക്കെ അവർക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലുണ്ടാവാൻ ഇടയുള്ള ഒരു ആശങ്ക, അത് ഒരു അവധി നിശ്ചയിക്കപ്പെട്ടതായി പോകുമോ, അത് തീർന്നു പോകുമോ എന്നതാണ്. എന്നാൽ അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു ആശങ്കയും വേണ്ടതില്ല. ഖാലിദീന ഫീഹ, അത് അവര് നിത്യമായി അനുഭവിക്കുന്നതാണ്.
അവരതിൽ നിത്യമായി വസിക്കുന്നവരാണ്. അവർക്ക് ആ പാരിതോഷികം തീർന്നു പോകുന്നു, അവസാനിക്കുന്നു എന്നൊരാശങ്ക ആവശ്യമില്ല. മാത്രവുമല്ല ലാ യബ്ഗൂന അൻഹാ ഹിവല, അവരതിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും കൊതിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആഗ്രഹാഭിലാഷങ്ങളുടെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും പൂർണ്ണതയും തികവുമുള്ള ഒരു സംഗതിയാണ് സ്വർഗലബ്ധിയിലൂടെ അയാൾ നേടുന്നത്. അതിനേക്കാൾ മെച്ചപ്പെട്ടതായ ഒന്ന് അയാളുടെ ഭാവനയിൽ പോലും ഉണ്ടാകുന്നില്ല. അത്രയും പരിപൂർണതയുള്ള, തികവാർന്ന ഒരു സംഗതിയാണ് ആ സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. സാധാരണഗതിയില് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നരക സ്വർഗങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ആളുകൾ അതിനെ പരിഹസിക്കാറാണ്. നരകം അത് കുറച്ചു കാലം അതിൽ കിടക്കുമ്പോൾ ശീലാവും, പിന്നെ അതൊന്നും ഒരു പ്രശ്നമില്ലാതെ ആവും എന്ന് പറയുന്ന പോലെ തന്നെ ആളുകൾ പറയും, സ്വർഗമല്ലേ, അത് കുറച്ചു കാലം ഏത് സുഖവും അനുഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പുണ്ടാക്കും, ആർക്കും ഒരു മാറ്റം വേണമെന്ന് തോന്നും, അതിൽ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഒരു തൃപ്തി ഉണ്ടാക്കുന്ന സംഗതിയാവില്ല, അത് മടുപ്പുളവാക്കുന്നതാകും. മുസ്ലിമീങ്ങൾ പറയുന്ന ഈ സ്വർഗം മടുപ്പുളവാക്കുന്ന, എന്നും അവിടെ കഴിയേണ്ടി വരുന്ന ഒരു സംഗതിയാണ് എന്നാണ് അവർ പരിഹസിച്ചുകൊണ്ട് പറയാറുള്ളത്. പക്ഷെ ഇത് സ്വർഗം അനുഭവിച്ചുകൊണ്ട് ജന്നത്തുൽ ഫിർദൗസിന്റെ അനുഭവങ്ങളെ അനുഭവിച്ചതിന് ശേഷം പറയുന്ന ഒരു വർത്തമാനമല്ല. സ്വർഗത്തില് അള്ളാഹു വെച്ചിരിക്കുന്ന വൈവിധ്യങ്ങൾ എത്രത്തോളമാണ് എന്നതിനെ കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കാരണം അത്രയും സങ്കല്പങ്ങൾക്ക് അതീതമായ ഒരു അനുഭവമാണ് അള്ളാഹു സ്വർഗമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആരുടെയും കാര്യത്തിൽ അത് മടുപ്പുളവാക്കുന്നതായിട്ട് അനുഭവപ്പെടുകയില്ല. കാരണം സ്വർഗത്തിലുള്ള വൈവിധ്യം എന്താണ്? ഈ ജന്നത്തുൽ ഫിർദൗസിലെ സത്യവിശ്വാസവും ശരിയായ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്നവർക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം, അത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് നമുക്കാർക്കും അറിയുന്ന ഒരു കാര്യമല്ല. വളരെ വളരെ ആകർഷകമായ ചില സംഗതികള് ഖുർആൻ അവിടെയും ഇവിടെയും കോറിയിട്ട് തരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ സ്വർഗത്തിന്റെ വൈവിധ്യം എന്ത്, അത് നിരന്തരമായി എങ്ങനെ മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്നതും ത്രസിപ്പിക്കുന്നതും ഒക്കെയായിട്ട് പ്രവർത്തനക്ഷമമാകുന്നു എന്നതൊന്നും നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ല. ഒരൊറ്റ കാര്യം മാത്രം അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്, ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒരാളും തന്നെ അതിൽ നിന്നൊരു മാറ്റം കൊതിക്കുകയില്ല. മാറ്റം കൊതിക്കാത്ത വിധത്തില്, ഒരു മാറ്റം ആഗ്രഹിക്കാത്ത വിധത്തില് നിത്യാകർഷകവും അതുപോലെ തന്നെ വൈവിധ്യമുള്ളതുമാണ് അത് എന്ന കാര്യം ഉറപ്പാണ്. അവരാഗ്രഹിക്കുന്നതൊക്കെയും അതിലുണ്ട്, അതുപോലെ തന്നെ അവർ ചോദിക്കുന്നതൊക്കെയും അതിലുണ്ട് എന്നും ഖുർആനിലെ മറ്റിടത്ത് സ്വർഗത്തെ കുറിച്ച് വിവരിക്കുന്നത് കാണാൻ കഴിയും. അവരാഗ്രഹിക്കുന്നതൊക്കെയും വലഹും മാ യശ്തഹൂൻ വലഹും മാ യദ്ദഊൻ, അവർ ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നതൊക്കെയും അതിലുണ്ട്, അവര് ആഗ്രഹിക്കുന്നതൊക്കെയും അതിലുണ്ട് എന്നാണ് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. മനുഷ്യ മനസ്സിന്റെ ആ സാധ്യത, കൊതിക്കാനും ആഗ്രഹിക്കാനും ആവശ്യപ്പെടാനും ഒക്കെയുള്ള സാധ്യത, അത് എത്രത്തോളം ഉണ്ട് എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അവന്റെ മനുഷ്യന്റെ സൃഷ്ടാവായ റബ്ബ് തന്നെയാണ്. ആ റബ്ബാണ് ഈ ജന്നത്തുൽ ഫിർദൗസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മനുഷ്യന്റെ ഭാവനയിലോ ആഗ്രഹ ലോകത്തോ സാഫല്യം തേടുന്ന എന്ത് സംഗതിയാണ് ഉടലെടുക്കാൻ ഇടയുള്ളത് എങ്കിൽ പോലും അത് നിവർത്തിക്കാനുള്ള ഒരു സാധ്യത ഈ സ്വർഗത്തിന്റെ രൂപഘടനയിൽ അള്ളാഹു ഉൾച്ചേർത്തിട്ടുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒരു മാറ്റം അവിടെ ആ അവസ്ഥയിൽ ഉണ്ടാവണമെന്ന് അവരൊരിക്കലും തന്നെ കൊതിക്കുകയില്ല എന്നാണ്. അത് വളരെ ഏറെ അനുഭവിച്ച് മടുപ്പ് വന്ന ഒരു സംഗതിയെ എന്നാ പിന്നെ അത് തന്നെ അങ്ങനെ നിലനിന്ന് പോയിക്കോട്ടെ എന്ന് കരുതുന്ന പോലെയുള്ള
ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. മനുഷ്യ മനസ്സിന് സാധിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ കൊതിയും ആഗ്രഹവും ഒക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പോലും സ്വർഗം, ഈ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത് അവർക്ക് നിരന്തരമായി വൈവിധ്യത്തോടു കൂടി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, പറയുക, ഒരു കാര്യം അവരോട് അവരുടെ പൂർണ്ണമായ ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി പറഞ്ഞു വെച്ചേക്കുക. ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ. ഒരു കാര്യം അവർക്ക് വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചേക്കും. ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, സമുദ്രം എന്റെ റബ്ബിന്റെ കലിമാത്തുകൾക്കുള്ള മഷിയായിരുന്നെങ്കിൽ. അങ്ങനൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സമുദ്രം എന്ന് പറയുമ്പോൾ ഒരൊറ്റ സമുദ്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല പേരിട്ട് വിളിക്കുമെങ്കിലും ഭൂമുഖത്തുള്ള മുഴുവൻ സമുദ്രങ്ങളും പരസ്പരം ചേർന്ന് കിടക്കുന്നതാണ്, ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വാട്ടർ സ്കേപ്പ് എന്ന് പറയും ഇംഗ്ലീഷിൽ അത്. അപ്പോ സമുദ്രം അല്ലെങ്കിൽ ജലാശയം, ജലോപരിതലം മുഴുവനായിട്ടും മഷിയാണ് എന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്റെ റബ്ബിന്റെ കലിമാത്തുകളെ എഴുതി പിടിപ്പിക്കാനുള്ള മഷിയാണ് സമുദ്രം മുഴുവനായും എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലനഫിദൽ ബഹ്റു, സമുദ്രം തീർന്നു പോകും, വറ്റിപ്പോകും. ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, എന്റെ റബ്ബിന്റെ കലിമാത്തുകള് തീരുന്നതിന് മുമ്പായിട്ട് സമുദ്രം വറ്റിപ്പോകും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ കലിമാത്തുകളുടെ, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പദമാണ്. കലിമാത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ ലിറ്ററൽ തലത്തില്, ഭാഷാപരമായ തലത്തില് വചനങ്ങൾ എന്നാണ് അർത്ഥം. കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ്, വാക്യം എന്നൊക്കെ പറയാം. അപ്പൊ എന്റെ റബ്ബിന്റെ വാക്യങ്ങൾ, എന്റെ റബ്ബിന്റെ വചനങ്ങൾ, എന്താണ് ഈ വചനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ എല്ലാ സംഗതികളെയും ഒരർത്ഥത്തില് അള്ളാഹുവിന്റെ വചനങ്ങളായിട്ട് കാണും. ഒരു സംഗതി ഉണ്ടാവണമെന്ന് അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഒരു കലിമത്താണ് അതിൽ വരുന്നത്. കുൻ, ഉണ്ടാവട്ടെ, ഉണ്ടാവൂ എന്നുള്ള ഒരു കൽപ്പന, ഒരു കലിമത്തായിട്ട് വരികയാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ എന്തെന്ത് സംഗതിയും അള്ളാഹുവിന്റെ സർട്ടാവ് എന്നുള്ള നിലക്കുള്ള മാനിഫെസ്റ്റേഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാണാനോ അനുഭവിക്കാനോ സങ്കല്പിക്കാനോ കഴിയുന്നുണ്ടോ അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ കലിമാത്തുകളാണ്. ആ നിലക്ക് നോക്കുമ്പോ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാം തന്നെ അള്ളാഹുവിന്റെ കലിമാത്തുകളാണ്. അവന്റെ ഖുദ്റത്ത്, അവന്റെ ഖൽഖ്, അവന്റെ സമ്മാനങ്ങള്, അവന്റെ ശിക്ഷ, ഇതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ കലിമാത്തുകളാണ്. കാരണം ഇതൊക്കെയും ഉണ്മ തേടുന്നത്, ഇതിനൊക്കെയും തന്നെ ഒരു ഉണ്മ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ കലിമത്തിൽ നിന്നാണ്. എല്ലാറ്റിന്റെയും ഉത്ഭവം അള്ളാഹുവിന്റെ കുൻ എന്ന കലിമത്തിൽ നിന്നാണ് എന്നതാണ് വസ്തുത. അപ്പോ എന്റെ റബ്ബിന്റെ കലിമത്തുകൾ രേഖപ്പെടുത്തുന്ന മഷിയാണ് സമുദ്രം എന്ന് സങ്കല്പിക്കുക. എങ്കിൽ സമുദ്രം വറ്റി തീർന്നു പോകും. എന്റെ റബ്ബിന്റെ കലിമാത്തുകള് രേഖപ്പെടുത്തി തീരുന്നതിന്റെ എത്രയോ മുമ്പായിട്ട്. മാത്രവുമല്ല, വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ, അതുപോലെ ഉള്ള ഒന്നുകൂടി നാം അതിന് പിൻബലമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പോലും എന്നാണ് അള്ളാഹു പറയുന്നത്. വേറെ ചിലയിടത്ത് 7 സമുദ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെയുള്ള 7 എണ്ണം വേറെയും എന്നും പറയുന്നതാണ്. അപ്പൊ സൂചിപ്പിക്കപ്പെടുന്നത് സമുദ്രം നമ്മൾ ഭൂമുഖത്ത് കാണുന്ന ജലസ്രോതസ്സുകൾ ഒന്നാകെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളത് അള്ളാഹുവിന്റെ കലിമാത്തുകൾ രേഖപ്പെടുത്താനുള്ള മഷിയായി കാണുന്നുവെങ്കിൽ, അത്ര തന്നെ വീണ്ടും മഷിയായിട്ട് അതിന് പിൻബലമായിട്ട് നൽകപ്പെടുന്നുവെങ്കിൽ
എന്നാൽ പോലും എന്റെ റബ്ബിന്റെ കെലിമത്തുകൾ തീർന്നു പോകുന്നതിന് മുമ്പായി ഈ മഷി തീർന്നു പോകും എന്നാണ് അള്ളാഹു ഇവിടെ പറയാൻ വേണ്ടി പറയുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടാവ് എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരായത്താണ്. അള്ളാഹുവിന്റെ കെലിമാത്തുകളെ നിങ്ങൾക്ക് പരിമിതപ്പെടുത്തി എഴുതി തീർക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇതിവിടെ പറയുന്നതിന് കാരണം എന്താ, അതും ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് ഖാലിദീന ഫീഹ, മനുഷ്യന്റെ ഒരു ആശങ്ക തീർന്നു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ എന്നൊക്കെ ആണല്ലോ. അത് നഷ്ടപ്പെട്ടു പോവില്ല, തീർന്നു പോവില്ല, അവരതിൽ നിത്യമായി വസിക്കുന്നവരാണ്. മാത്രവുമല്ല ഹിബല, അതിൽ നിന്നൊരു മാറ്റം അവർ ആഗ്രഹിക്കുക പോലും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിന്റെ കലിമാത്തുകൾ എഴുതി തീർക്കാൻ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ സമുദ്രവും സമുദ്രത്തെ പിൻബലപ്പെടുത്തുന്ന മറ്റൊരു സമുദ്രവും ചേർത്ത് വെച്ചാൽ പോലും അത് എഴുതി തീർക്കാൻ പറ്റൂല എന്നാണ്. സ്വർഗത്തിന്റെ വൈവിധ്യത്തെ കുറിച്ച് ആലോചിച്ച് അത് അവിശ്വസനീയമായിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അള്ളാഹുവിന്റെ കലിമാത്തുകൾ നിർണിതമായതോ പരിമിതപ്പെടുത്തപ്പെട്ടതോ അല്ല. സമുദ്രങ്ങളെ മഷിയായി ഉപയോഗിച്ചാൽ പോലും എഴുതി തീർക്കാൻ കഴിയുന്നതല്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിന് നമുക്ക് എണ്ണി തീർക്കാൻ കഴിയാത്ത അടരുകളുണ്ട്. അതിന് നമുക്ക് എഴുതി തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വൈവിധ്യങ്ങളുടെ അനുസ്യൂതതയാണുള്ളത്. അത് അള്ളാഹുവിന്റെ കലിമാത്തുകൾ തന്നെയാണ്. സ്വർഗനരകങ്ങൾ അള്ളാഹുവിന്റെ കലിമാത്താണ്. സ്വർഗത്തിലെ വൈവിധ്യങ്ങള് അനന്തമാണ്, അവസാനിക്കാത്തതാണ്, അനുസ്യൂതമാണ്, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ അതീതമാണ്. ആരുടെയെങ്കിലും ഭാവന നമ്മുടെ സ്വാഭാവികമായ പരിധിയിൽ അപ്പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കലിമാത്തുകള് സ്വർഗത്തിന്റെ വൈവിധ്യം എത്ര വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ കലിമാത്തുകളെ രേഖപ്പെടുത്താൻ സമുദ്രങ്ങൾക്കാവുകയില്ല. സമുദ്രത്തോടൊപ്പം മറ്റൊരു സമുദ്രവും ചേർത്ത് വെച്ചാൽ പോലും അവ മഷിയായിട്ട് ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കലിമാത്ത് എന്നത് അള്ളാഹുവിന്റെ ആയാത്ത് എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തിനേയും നമുക്ക് പ്രാഥമികമായിട്ട് അവന്റെ കലിമത്ത് എന്ന് മനസ്സിലാക്കുന്നതാണ് ശരി. കാരണം എല്ലാറ്റിനും ഉണ്മയുണ്ടാവുന്നത് അള്ളാഹുവിന്റെ കലിമത്തിൽ നിന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന കുൻ എന്ന് പറയുന്നതോടു കൂടിയാണ് എന്തും ഉണ്ടാവുന്നത്. അത് അനന്തമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് സ്വർഗം മടുപ്പുളവാക്കുന്ന ഒരു സംഗതിയാണ് എന്ന് സങ്കല്പിക്കുന്നുവെങ്കിൽ അത് അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പിഴവായിട്ട് വേണം മനസ്സിലാക്കാൻ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, എന്റെ റബ്ബിന്റെ കലിമാത്ത് അവസാനിക്കുന്നതിന്റെ മുമ്പായിട്ട് ആ സമുദ്രം വറ്റി തീർന്നു പോകും. വലൗ ജിനാ ബിമിസ്ലിഹി മദദ, അതുപോലെയുള്ള ഒന്നുകൂടി നാം അതിന് പിൻബലമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മാറ്റമൊന്നുമില്ല. അതിന് എത്ര തന്നെ എണ്ണം സമുദ്രങ്ങള് അതിന് പിൻബലമായി വന്നാൽ പോലും അള്ളാഹുവിന്റെ കലിമാത്തുകൾ തീർന്നു പോവുകയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറയുകയാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അവർക്ക് കാര്യങ്ങൾ ശരിക്കും വ്യക്തത ഉണ്ടായിക്കോട്ടെ. പറയുക, ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. യൂഹ ഇലയ്യ, എനിക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നു എന്നതാണ് വ്യത്യാസം. യൂഹ ഇലയ്യ, എന്താണ് ആ ദിവ്യബോധനം നൽകപ്പെടുന്ന കാര്യം? അന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്
എന്ന കാര്യം സുവ്യക്തമായിട്ട് ദിവ്യബോധനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് എന്നത് മാത്രമാണ് വ്യത്യാസം. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ. ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യൻ മാത്രമാകുന്നു എന്ന കാര്യം വളരെ സുവ്യക്തമായിട്ട് ദിവ്യബോധനം നൽകപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസം. അതുകൊണ്ട് ഞാനാണ് ആ ദിവ്യബോധനത്തിന്റെ പിൻബലത്തിൽ ഞാനാണ് നിങ്ങളോട് പറയുന്നത്. എന്താ പറയുന്നത്? ആരെങ്കിലും തന്റെ സ്രഷ്ടാവായ രക്ഷിതാവായ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അള്ളാഹുവുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്, തന്റെ റബ്ബുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ ശരിയായ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ. അപ്പൊ ഒന്നാമത്തേത്, അവൻ തന്റെ റബ്ബുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ തന്നെ സൃഷ്ടിച്ച റബ്ബിനെ ഒരു നാളിൽ തനിക്ക് കാണാനാകും, ആ സൃഷ്ടാവുമായിട്ട് തനിക്ക് സന്ധിക്കാനാകും, ആ സൃഷ്ടാവുമായിട്ട് തനിക്ക് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാൻ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെടുന്നുവെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? യഅമൽ അമലൻ സ്വാലിഹ, അങ്ങനെയുള്ളവൻ ശരിയായ കർമ്മം, സ്വാലിഹായ കർമ്മം ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള കീഴ്പ്പെടലിന്, തന്റെ റബ്ബിനുള്ള ഇബാദത്തില് അവന് മറ്റൊരാളെയും പങ്കാളിയാക്കാതിരിക്കുകയും ചെയ്യട്ടെ. അവൻ ഒരേ ഒരു റബ്ബിന്റെ അബ്ദാണ്, ഒരേ ഒരു റബ്ബിനാണ് അവന് ഇബാദത്ത് ചെയ്യേണ്ടതുള്ളത്. ആ ഇബാദത്ത് മറ്റൊരാൾക്കും അവൻ ചെയ്യാതിരിക്കട്ടെ. ഒരേ ഒരു റബ്ബിനാണ് അവൻ പൂർണ്ണമായിട്ട് അടിമപ്പെടേണ്ടത്. ആ റബ്ബിന് അവന്റെ അടിമപ്പെടല് പൂർണ്ണമായിട്ട് അവൻ നൽകട്ടെ. മറ്റൊരാളെയും അതില് പങ്കാളിയാക്കാതിരിക്കട്ടെ. ആ റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കട്ടെ. മറ്റൊരാളെയും അവൻ ആരാധനക്കായിട്ട് പരിഗണിക്കാതിരിക്കട്ടെ. ഇതൊക്കെ അടങ്ങിയതാണ് ഈ നിർദ്ദേശം. വലാ യുശ്രിക്, അവൻ പങ്കാളിയാക്കാതിരിക്കട്ടെ ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ ആരെയും പങ്കാളിയാക്കാതിരിക്കട്ടെ. തന്റെ റബ്ബിനുള്ള ഇബാദത്തില് ആരെയും പങ്കാളിയാക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പോലെ അവൻ ആരെയും ഭയപ്പെടാൻ പാടില്ല. അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ അർത്ഥത്തില് അവൻ ഒരാളോടും ആരാധന കാണിക്കാൻ പാടില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിധത്തില് ഒരാളെയും അവൻ അനുസരിക്കാൻ പാടില്ല. അതുപോലെ അള്ളാഹുവിന്റെ സ്വയം അടിമപ്പെടുന്നു എന്ന വിധത്തില് അവൻ ഒരാളോടും അടിമപ്പെടാൻ പാടില്ല. ഇതാണ് എന്റെ സൂചന. അപ്പൊ അള്ളാഹുവിനെ ഏത് വിധത്തിൽ ഒരാൾ പരിഗണിക്കുന്നുവോ ആ വിധത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് അവൻ ഒരാളെയും അള്ളാഹുവിനുള്ള ഇബാദത്തില് പങ്കാളിയാക്കാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ച, സന്തോഷകരമായ ആ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവന് കഴിഞ്ഞുകൂടാം. ഇതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ആരെങ്കിലും അള്ളാഹുവുമായി പ്രതീക്ഷാ നിർഭരമായ ഒരു കൂടിക്കാഴ്ച ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു കാര്യം അവന് അള്ളാഹുവിന് ഉറപ്പ് കൊടുക്കണം. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത്, അള്ളാഹുവിന് നൽകേണ്ട വഴിപ്പെടൽ, അവന് നൽകേണ്ട അടിമപ്പെടൽ, അവന് നൽകേണ്ട ആരാധന, ഇതിലൊന്നും തന്നെ അവൻ മറ്റൊരാളെയും പങ്കാളിയായിട്ട് കാണരുത്. ഇതാണ് അള്ളാഹു ജനങ്ങൾക്കുള്ള നിർദ്ദേശമായിട്ട് നൽകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ചുമതലപ്പെടുത്തുന്നത്. നമ്മളിവിടെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത് 110 ആയത്തുകളുള്ള സൂറത്തുൽ കഹഫിന്റെ പഠനമാണ്. ഒരുപാട് സംഭവബഹുലമായ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്ന, വളരെ സമയമെടുത്തുകൊണ്ട് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു സൂറത്താണ്. അന്ത്യനാൾ വരെയുള്ള ഇസ്ലാമിക സമൂഹം എല്ലാ വെള്ളിയാഴ്ചകളിലും നിർബന്ധപൂർവം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്താണ്.
ഒരാൾക്കും തന്നെ സൂറത്തുൽ കഹ്ഫ് ഞങ്ങള് പാരായണം ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നും പറയാൻ കഴിയാത്ത വിധത്തില് ഇസ്ലാമിക സമൂഹത്തിലെ ഓരോരുത്തരുമായി വ്യക്തിപരമായി ചേർന്ന് നിൽക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സങ്കീർണമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഹിജ്റയുടെ ആലോചനകളിലേക്ക് കടക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരട്ടാനും അതുപോലെ അദ്ദേഹത്തിനെ പ്രയാസത്തിൽ അകപ്പെടുത്താനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കുഴക്കിക്കളയാം എന്ന ഉദ്ദേശത്തോടു കൂടി യഹൂദരുടെ പ്രേരണയിൽ ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ സൂറത്തിലെ മുഖ്യമായ പ്രതിപാദ്യമായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ സൂറത്തിന്റെ മുഖ്യമായ വിഷയം അള്ളാഹുവിന്റെ ഏകത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തും അതുപോലെ ഇസ്ലാമിലെ വിശ്വാസ ത്രയങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആഖിറത്തിലുള്ള വിശ്വാസവും, ഈ കാര്യങ്ങളൊക്കെ ഊന്നി പറയുന്ന, അതിന്റെ യുക്തിപരത നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിന്റെ ഔപചാരികമായ പഠനമാണ് നമ്മൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സംശയങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും അതുപോലെ നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ടാകും. എല്ലാവരും ആ സംഗതികൾക്ക് വേണ്ടി അതിന് അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസങ്ങൾ നമുക്ക് അത്തരം ചർച്ചയ്ക്കും അതുപോലെ നിരീക്ഷണങ്ങൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും ഒക്കെ ആയിട്ട് മാറ്റിവെക്കാം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.